ജോലിക്ക് നിൽക്കുന്ന സ്ഥാപനത്തിൽ ഒരു മോഷണം നടത്തി പിടിക്കപ്പെടുന്നു. എന്നാൽ ബാധിക്കപ്പെട്ടയാൾ ഈ പിടിക്കപ്പെട്ട ആളുകളുടെ ഭാവിയെ കരുതി കേസാക്കണ്ട, വാർത്തയാക്കണ്ട എന്ന് കരുതി ഒത്തുതീർപ്പിന് ഒരവസരം നൽകുന്നു. ഒത്തുതീർപ്പിനെത്തുന്ന മോഷ്ടാക്കൾ കുറച്ച് പൈസ തിരികെ കൊടുത്ത് അവിടെ നിന്നും സമാധാനമായി കേസിന് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ വീട്ടിൽ പോകുന്നു. എന്നാൽ കുറച്ചുകൂടി അതിബുദ്ധി കാണിച്ച് തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തെന്നും പറഞ്ഞ് മോഷ്ടാക്കൾ രംഗത്ത് വരുന്നു. എന്നാൽ അതിനും കൃത്യമായ തെളിവുകൾ ബാധിക്കപ്പെട്ടവന്റെ കയ്യിലുണ്ട്, തങ്ങൾ തന്നെ മോഷ്ടിച്ചു എന്നത് സമ്മതിക്കുന്ന തെളിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ എടുത്തു വീശുകയാണ് കേരളത്തിൽ എക്കാലത്തും 100 മേനി വിളവ് കൊയ്യുന്ന ഒരേ ഒരു കാട്, അതാണ് ജാതിക്കാട്. അതെ, കൃഷ്ണകുമാറിന്റെ കേസിനെ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. മെയിൻ ന്യൂസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങളുടെ സംഭാവനകൾ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയന് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള വലിയൊരു ഊർജ്ജമായിരിക്കും. നല്ല രീതിയിൽ റിപ്പോർട്ടടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിന് പഴയ റീച്ച് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതിരിക്കുക. ഞാൻ വാട്സ്ആപ്പ് നമ്പരും GPay നമ്പരും ഒന്ന് തന്നെയാണ്, അതിവിടെ കൊടുത്തേക്കാം. എന്റെ പേര് മെറീന ഡെയ്സി എന്നാണ്. നോക്കിയതിന് ശേഷം മാത്രം ഹെൽപ്പ് ആൻഡ് ഡൊണേഷൻസ് അതിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. BJP നേതാവായ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു കേസ് വരികയാണ്. ഡിം. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിച്ചു പോയപ്പോൾ സത്യത്തിൽ ഈ കേസല്ല, ഇതൊരു കൗണ്ടർ കേസാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ജോലിക്ക് നിന്നിരുന്ന 3 സ്ത്രീകൾ പൈസ മോഷ്ടിച്ചു എന്നതാണ് കേസ് എന്നത് വെളിച്ചത്തേക്ക് വരുന്നത്. തുടക്കം മുതൽ ചാനലുകാരെല്ലാം മത്സരിച്ച് BJP നേതാവിന്റെ പേരിൽ കേസ്, കുടുംബത്തിന്റെ പേരിൽ കേസ് എന്ന രീതിയിലാണ് ഇത് ബൂസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാകുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് കുഴപ്പം ആരുടേതാണെന്ന്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഈ മോഷ്ടാക്കൾ എന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന പ്രതികൾ പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ട് എന്നതാണ് ആദ്യത്തെ കാര്യം. ഇവർ സത്യത്തിൽ ഇപ്പോൾ ചാനലുകാരുടെ മുമ്പിൽ വന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല എന്ന രീതിയിലാണ്. മറ്റൊരു കാർഡും കൂടി ഇവര് രംഗത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാതിക്കാട്. എങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നതിനെ കുറിച്ച് പിന്നെ പറയാം. ഇവർ പറയുന്നത് മുക്കൂവർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു കൃഷ്ണകുമാറും കുടുംബവും എന്നാണ്. നിങ്ങൾ എന്തിനാണ് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇടുന്നത്, ഐഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. ജാതി വെറി മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദിയാ കൃഷ്ണയും അതുപോലെ കൃഷ്ണകുമാറും ഒക്കെ എങ്കിൽ സത്യത്തിൽ അവരുടെ ജാതിക്ക് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെയല്ലേ ജോലിക്കാരായിട്ട് എടുക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോഴാണോ നിങ്ങൾ മുക്കൂവർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അവർക്ക് മനസ്സിലായത്? അല്ലല്ലോ. ജാതി നോക്കുന്നവര് തുടക്കത്തിലാണ് അത് നോക്കുക, അവരുടെ ഉള്ളിൽ അത്രയധികം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നോക്കുക. അല്ലാതെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രം അത് നോക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കൃഷ്ണകുമാറിന്റെ പേരിൽ ഓൾറെഡി ഈ ജാതി പറയുന്നു എന്ന രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് മുമ്പും ഉണ്ടായത് കൊണ്ടല്ലേ സത്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് പൊതുജനത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജാതി എന്നൊരു കാര്യം ഇതിനകത്ത് ഇറക്കി കളിക്കുന്നത്. ഈ അടുത്തായിട്ട് കേരളത്തിൽ പല കുറ്റകൃത്യങ്ങളിൽ പെട്ട ആളുകൾ ഈ ജാതി കാർഡ് പറഞ്ഞിട്ട് ആളുകളുടെ ഒരു സഹതാപം നേടിയെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കാണുന്നതാണ്, നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു സത്യം. ഒരുപക്ഷെ ഇവർക്ക് വക്കീൽ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആയിരിക്കും, ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞാൽ പൊതുജനത്തിന്റെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. എന്നാൽ പെൺകുട്ടികളെ, നിങ്ങൾക്ക് പൊതുജനത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് അയാളുടെ ഓഫീസിൽ പോയിട്ട് അവിടെ എന്താണ് നടന്നത്, നിങ്ങൾ എന്താണ് അയാളോട് സമ്മതിച്ചത് എന്നതിന്റെ വീഡിയോ പോലീസിനെ ഏൽപ്പിക്കുന്നതിനോടൊപ്പം മാധ്യമങ്ങൾക്കും അദ്ദേഹം നൽകി കഴിഞ്ഞു. അതിൽ നിങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ പൈസ എടുക്കാറുണ്ടെന്നും 3 പേരും വീതിച്ചെടുക്കുക എന്നതാണ് പതിവെന്നും. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതും ശരിയല്ല, നിങ്ങൾ അവിടെ നിന്നും പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. പ്രേക്ഷകരെ, നിങ്ങളും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടോളൂ. അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 5000. ഇതിൽ നിന്നും വ്യക്തമാണ് ഇവർ കുറ്റം ചെയ്തു എന്നുള്ളത്. ഒരാളുടെയും ജാതിയും മതവും പൊളിറ്റിക്സും ഒന്നും ഒരാൾ ക്രിമിനലായിട്ട് ജീവിക്കുന്നതിനെ ന്യായീകരിക്കാനുള്ള സംഗതികളല്ല. ഇവിടെ സിസ്റ്റത്തിന്റെ കീഴിലാണ് ഏത് ജാതിയും മതവും. വിശ്വസിച്ച് ഏൽപ്പിച്ച മുതലാളി അവരുടെ ഒരു ഫിസിക്കലി ഒരു മോശമായ ഒരു അവസ്ഥയിൽ ചതിച്ചിട്ട്, അതും QR കോഡ് പോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകളാണ്. നിങ്ങൾ എത്രത്തോളം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പല രീതിയിൽ നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചാനലുകാരുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ഒരു കുട്ടി പറഞ്ഞത് അയാളുടെ ബ്രദർ പുറത്ത് ഗൾഫിലെങ്ങാണ്ടാണ്, നല്ല ജോലിയിലുള്ള ആളാണ്, അയാൾ ഒരു മാസം 1.5 ലക്ഷം രൂപയൊക്കെ ഈ കൊച്ചിന് അയച്ചു കൊടുക്കാറുണ്ടെന്ന് അക്കൗണ്ടിലൂടെ. ഒരു പക്ഷേ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഈ വലിയ ട്രാൻസാക്ഷൻ എവിടെ എന്ന ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ച് വക്കീൽ പറഞ്ഞു കൊടുത്തതായിരിക്കണം ഇതും.
എന്നാലും ഞാനൊന്ന് ചോദിക്കണം, ഒരു സാധാരണക്കാരി എന്ന നിലയിൽ 1.5 ലക്ഷം രൂപ മാസം വീട്ടിലേക്ക് അയച്ച് സഹായിക്കുന്ന ബ്രദർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി മറ്റൊരാളുടെ കടയിൽ എടുത്തു കൊടുക്കുന്ന ജോലി ചെയ്യാനായിട്ട് കുട്ടി പോയത്? അത്രയ്ക്ക് സെൽഫ് റെസ്പെക്ട് സ്വന്തമായിട്ടുള്ള വിശാല മനസ്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരു അവാർഡ് നൽകണം. സാധാരണ ഇത്രയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ, അല്ലാതെ വേറെ ആളുടെ അടുത്ത് പോയി ജോലി ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് മോഷ്ടിക്കുക, ഇതുപോലെ മെഴുകുക, ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഇവരുടെ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന നിലയിലും ഇവർ ചാനലുകാരുടെ മുമ്പിൽ പറയുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ പറഞ്ഞ ആ ഭീഷണിയുടെ റെക്കോർഡും അവർ തന്നെ പുറത്തുവിട്ടിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവർക്കെതിരെയുള്ള തെളിവുകൾ ഒരുപാട് പുറത്തേക്ക് വിടുന്നുണ്ട്. അതിലൊന്നാണിത്. ഇതിൽ വ്യക്തമായിട്ട് കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ട്, നീ എന്റെ മകളെയും ഭാര്യയും വിളിച്ച് അസഭ്യം പറഞ്ഞില്ലടാ, അതിനാണ് അദ്ദേഹം ചൂടാകുന്നത്. നിങ്ങളുടെ ഭാര്യയും മകളെയും വിളിച്ച് അസഭ്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? വിളിച്ച് രണ്ട് പറയില്ല. അപ്പൊ തന്നെ ഏതൊരു അച്ഛനും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അദ്ദേഹം ചെയ്തുള്ളൂ. അതിൽ തന്നെയും അവൻ അസഭ്യം പറഞ്ഞു എന്നുള്ളത് ഇപ്പുറത്ത് നിൽക്കുന്ന ഇവരുടെ ആരുടെ ഒരാളുടെ ഭർത്താവ് സമ്മതിക്കുന്നുണ്ട്. ആ വീഡിയോയും ഒന്ന് കണ്ടു നോക്കൂ. നീ താമസിക്കുന്നിടത്തോട്ട് ഒരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണ? ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ? നിനക്ക് പേപ്പർ എഴുതണ ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് നമുക്ക് ആരുടെ ഭാഗത്താണ് കുഴപ്പം എന്നുള്ളത്. തീർച്ചയായും ഈ സ്ത്രീകൾ മോഷ്ടിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം QR കോഡ് മറച്ചു വെച്ച് ഇവരുടെ QR കോഡ് നൽകുന്ന CCTV ദൃശ്യങ്ങളും ലിയയുടെ ഷോറൂമിൽ നിന്ന് തന്നെ എടുത്ത് പോലീസിന് ഇപ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. പോലീസ് ഇവര് മോഷ്ടിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദായ നികുതി വെട്ടിക്കാൻ വേണ്ടി ദിയ തങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കായിരുന്നു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. തങ്ങൾ മോഷ്ടിച്ചില്ല എന്ന് പറയുമ്പോഴും 8 ലക്ഷം രൂപ എന്തിന് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് കൊടുത്തു എന്നും ആ വീഡിയോയിൽ പറയുന്നത് പോലെ ഞങ്ങൾ പൈസ മോഷ്ടിച്ചു എന്നത് എന്തിന് കൺഫസ് ചെയ്തു എന്ന ചോദ്യത്തിനും ഈ പെൺകുട്ടികൾ ഉത്തരം നൽകേണ്ടതുണ്ട്. എന്ത് തന്നെ ആയാലും ഇപ്പോഴും ഈ പെൺകുട്ടികൾക്ക് അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലെന്നുള്ളത് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എന്റെ ചോദ്യം. കൃഷ്ണകുമാറിനെതിരെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കേസ് വന്നപ്പോൾ അപ്പൊ തന്നെ അത് മീഡിയയിൽ ലീക്ക് ചെയ്ത് ഇപ്പോഴും അതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വന്നിട്ടും ആ ഹെഡ്ലൈൻ തന്നെയാണ് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ട വളരെ വ്യക്തമാണ്. BJPനെ മോശമാക്കി കാണിക്കുക, BJPയിലുള്ള കൃഷ്ണകുമാറിനെ മോശമാക്കി കാണിക്കുക. അദ്ദേഹം ഒരു ഗുണ്ടാ നേതാവാണ്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന ആളാണ്, ഭീഷണിപ്പെടുത്തുന്ന ആളാണ്, ടാക്സ് അടക്കാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ കാണിക്കുക. ഇതാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതാണ് നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഗാലറി എതിരാണ്. കമന്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകളെല്ലാം പറയുന്നുണ്ട് ഈ സ്ത്രീകൾ മോഷ്ടിച്ചതാണ്. രക്ഷപ്പെടാൻ വേണ്ടി ജാതി കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ജോലിക്കാരെടുക്കുമ്പോൾ ഞാൻ ജാതി നോക്കാൻ നിർബന്ധിതയാവുകയാണ്. കാരണം ഞാൻ ഭയക്കേണ്ടി വരുന്നു. ഒരു പക്ഷേ ഇതുപോലുള്ള പ്രശ്നക്കാരാണ് വരുന്നതെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പേരും പറഞ്ഞായിരിക്കും എനിക്ക് ഇവർ പാരയായിട്ട് വരാൻ പോകുന്നത്, ഇവിടുത്തെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ ഇനി ജാതിയിൽ പലരായിട്ട് വിഭജിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷനാണ് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള 1-2 ആളുകൾ ചെയ്യുന്ന ഇതുപോലുള്ള ദുഷിപ്പ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കൗണ്ടർ കേസ് അവിടെ കിടക്കട്ടെ. വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ പൊതുജന മധ്യത്തിൽ കാണിക്കുന്ന തരത്തിൽ തന്നെ വെളിച്ചത്ത് വന്നതുകൊണ്ട് സ്ത്രീകൾ എന്ന നിലയിലോ ജാതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇവർ തന്നെ വിചാരിക്കുന്നു. നമുക്ക് ആ വിചാരമില്ല. എല്ലാ ജാതിയും ഒന്ന് തന്നെയാണ്, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും ഇവർക്ക് യാതൊരു പ്രിവിലേജും കൊടുക്കേണ്ടതില്ല. മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോഷ്ടാക്കളാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രതികളാണ്. അപ്പൊ പിന്നെ അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ സംഭാവനയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.